PMSCB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ് പള്ളുരുത്തി. നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു PMSCB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ് പള്ളുരുത്തി. വാട്ടർ മെട്രോ മട്ടാഞ്ചേരി ജെട്ടി ഡിസംബറിൽ പൂർത്തിയാക്കും. വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി ടെർമിനലിന്റെ നിർമ്മാണ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. മട്ടാഞ്ചേരിയിൽ വാട്ടർ മെട്രോ ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മട്ടാഞ്ചേരിയിലെ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടെർമിനൽ പൂർത്തിയാകുന്നതിനൊപ്പം പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിന് വ്യവസായ സമൂഹത്തിന്റെ സഹായം ആവശ്യമാണെന്ന് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. മട്ടാഞ്ചേരി പൈതൃക നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിന് നടപടിയെടുക്കണം. മാലിന്യം ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ കൂടി സഹകരിക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് ചെയ്യാനാകില്ല. നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടാഞ്ചേരിയെ 40 വർഷം മുമ്പുള്ള പൈതൃക ഭംഗിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഏത് പദ്ധതി കൊണ്ടുവന്നാലും സഹായിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊരു ഓഫീസർ രീതിയിൽ ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് രീതിയിൽ നിങ്ങൾ നോക്കണം, തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റിലേക്ക് പോയാൽ ഗവൺമെന്റിക്ക് ചെയ്യാൻ സാധിക്കില്ല. കുറേ കാര്യങ്ങൾ നമ്മുടെ തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈ ഹൈജീനിയുടെ കാര്യത്തിന് അദ്ദേഹം പറഞ്ഞു, ഈ ഹൈജീനിന്റെ ആരാണ് ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ? ഞങ്ങൾ തന്നെ അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തെ വാട്ടർ മെട്രോ സ്റ്റേഷൻ അടുത്ത് കുറേ എങ്ങനെ ഒരു വേസ്റ്റുകൾ ഇട്ടിട്ടുള്ള അതോ എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്തിട്ട് എവിടെയെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ലക്ഷം രൂപ എനിക്ക് വേണ്ടി വരും. അത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അത് ഞാൻ ചിലവാക്കി. ചില സമയത്ത് ഇത് വളരെ ഈസി അല്ല. പക്ഷേ ഇതിൽ നമ്മുടെ ഇതൊരു ഹെറിറ്റേജ് പ്ലേസ് ആണ്. ആ ഹെറിറ്റേജ് പ്ലേസിലെ ചില നല്ല രീതിയിൽ കുറച്ച് പോസ്റ്റർ ഇട്ടിട്ട് സാർ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, ഒരു ഹൈജീൻ എല്ലാ സമയത്തും നമ്മുടെ ഗവൺമെന്റിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഗവൺമെന്റ് ചിലപ്പോൾ പ്രയോറിറ്റി, ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ചില സമയത്ത് വേറെ രീതിയിലായിരിക്കും. സോ ഞങ്ങളും ആക്ച്വലി ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലേക്ക് ലോകത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഹൗദർ ഇറ്റ് ഇസ് ഇൻ നെതർലാൻഡ്സ് ഓർ ഡെൻമാർക്ക്. അവിടുത്തെ ആക്ച്വലി ദ പീപ്പിൾ ആർ വെരി കോൺഷ്യസ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ബൈ ചാൻസ് നിങ്ങളൊരു കോക്ക് ബിസ്ലറി ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് അവിടെ ഇട്ടു, വേറെ ഒരാളെ കൊണ്ടുവന്ന എവിടെ ഇത് പോക്കിയിട്ട് ഹി വിൽ ഗോ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദി. വാഹന പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. കുറച്ച് സ്ഥലം അനുവദിച്ചു തന്നാൽ വാഹന പാർക്കിങ്ങിന് ആധുനിക സംവിധാനം ഏർപ്പെടുത്താൻ KMRL തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചതിന് ശേഷമാണ് മട്ടാഞ്ചേരിയിൽ പദ്ധതി പൂർത്തിയാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മട്ടാഞ്ചേരിയിൽ ജോലി ചെയ്യാൻ കരാറുകാരെ കിട്ടാത്ത സ്ഥിതിയായിരുന്നു. 2 കരാറുകാർ ജോലി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഒടുവിൽ ഒരു കരാറുകാരൻ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി. അവരാണ് ജോലികൾ പൂർത്തിയാക്കുന്നത്. മട്ടാഞ്ചേരിയിലേക്ക് വാട്ടർ മെട്രോ എത്തുന്നതോടെ ടൂറിസം മേഖലയിൽ പുതിയ ഉണർവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂതപ്പള്ളിയെ ആശ്രയിച്ചാണ് മട്ടാഞ്ചേരിയിലെ ടൂറിസം നിലനിൽക്കുന്നതെന്നും പള്ളി സംരക്ഷിക്കാൻ നടപടി വേണമെന്നും പ്രമുഖ വ്യവസായിയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയുമായ കിഷോർ ശ്യാംജി ആവശ്യപ്പെട്ടു. ജൂതപ്പള്ളിയുടെ സുരക്ഷ ഉറപ്പാക്കണം. ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ക്ലീൻലിനെസ്. പക്ഷേ ഇവിടെ ഈ ഏരിയ ഭയങ്കര ആക്ച്വലി ഇത്ര ക്ലീൻ അല്ല. അത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലെ ആക്ച്വലി ഒരു കോർപ്പറേഷൻക്ക് ഓർ എന്നീ വേക്ക് സഹായിച്ചാൽ മാത്രം നടക്കും. ഞങ്ങളൊപ്പം നിങ്ങളൊരു മനസ്സിലാക്കും, ഞാനൊരു ഔട്ട് ഓഫ് ദ വേ പോയിട്ട് നിങ്ങളൊരു വാക്ക് വേക്ക് ഞാൻ മാക്സിയായിട്ട് സംസാരിച്ചായിരുന്നു അദ്ദേഹമായിട്ട്. അദ്ദേഹം പറഞ്ഞു ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രം അദ്ദേഹം പറഞ്ഞു, ഇതൊരു വാക്ക് വേയുടെ ഒരു ലൈറ്റ് മറ്റേ അവിടെ കൊടുത്താൽ പിന്നെ ലോ ആൻഡ് ഓർഡർ കുറച്ച് ബെറ്റർ ആവും, ഡ്രഗ്സ് കുറയും, പിന്നെ അത് കൂടാതെ നല്ല രീതിയിലൊരു അവിടെ വാക്ക് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ ഒരു 2.5 കോടി രൂപ ചെലവാക്കിയിട്ട് അത് ചെയ്തു. അത് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ട്രെയിൻസ് ടീം വന്നായിരുന്നു. ഇഫ്റ്റയുടെ ഹാളിൽ ചേർന്ന യോഗത്തിൽ KJ മാക്സി MLA, ഡെപ്യൂട്ടി മേയർ K അൻസിയ, കിഷോർ ശ്യാംജി, ഭരത് ഖോന, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KR മനോജ് തുടങ്ങിയവരും സംസാരിച്ചു. മട്ടാഞ്ചേരി ടെർമിനലിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകമായി ഇടപെട്ടതായി KJ മാക്സി MLA പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്ഥലം, എല്ലാ ജനങ്ങളും വരുന്ന സ്ഥലം, ഒരുപാട് പേര് വന്നു പോകുന്ന സ്ഥലം. ഇവിടുത്തെ ആ കാലഘട്ടത്തിലെ ഇവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സ്പൈസസ്, കയറ്, ബസാറ്, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സിനാഗോഗ്, അതുപോലെ നമ്മുടെ ഡച്ച് പാലസ്, ഇതൊക്കെ ഉൾപ്പെടെയുള്ള മട്ടാഞ്ചേരി പ്രദേശം കാണാനായിട്ടുള്ള ഭംഗിയും ആൾക്കാർ വരവും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരണം. അത്തരം കാര്യങ്ങളിലേക്കാണ് നാം ഇനി മുന്നോട്ട് പോകേണ്ടത്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബെഹ്റ സാർ പറഞ്ഞു.
ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ റോറോ സർവീസ് 2 റോറോ സർവീസ് നമുക്കുണ്ട്, 3ാമതൊരെണ്ണം കൂടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെയും പണി ഇപ്പോൾ വേറെ ഉണ്ടെങ്കിൽ അത് കാര്യം പറയുമായിരുന്നു, അത് അതിൻ്റെ കൂടി പണി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ 3 സ്റ്റാൻഡ് ബൈ ഒരെണ്ണം ഉണ്ടാകും. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കൊപ്പമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. അദ്ദേഹം ഉടനെ പ്രശ്നത്തിൽ ഇടപെടുകയാണ് ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടാഞ്ചേരി ജെട്ടി നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച KJ മാക്സി MLA ലോക്നാഥ് ബെഹ്റ എന്നിവരെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.